ഗായ്സ്, അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കുറച്ച് വിഭവങ്ങളായിട്ട് വന്നതാണ്. ഇതാണ് മാങ്ങ ഉപ്പിലിട്ട് വെച്ചാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ അച്ചാറുണ്ടാക്കി. ഇത് നമ്മുടെ എന്താണ് നീലലോഹിത ചീര വെച്ച് ഉപ്പേരിയാണ് കേട്ടോ അന്ന്. അപ്പോൾ അത് നമ്മൾ കാണിക്കുന്നുണ്ട്. അത് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ചിരവിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ലഞ്ച് ബോക്സാണ്. മുട്ടയുണ്ട്, ബീട്രൂട്ട് കിച്ചടി ഉണ്ട് കേട്ടോ. പിന്നെ ഇത് വേദമോൾ ഉണ്ടാക്കിയ ഒരു അടിപൊളി മാലയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. വേറൊരു മാലയും കൂടി ഉണ്ടാക്കി പകുതിയായിട്ടുണ്ട്, പക്ഷേ അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല. ഇത് നല്ല അയിലയാണ് കേട്ടോ, സൂപ്പർ അയിലയായിരുന്നു ഒന്ന്. അപ്പോൾ അത് പൊരിച്ചതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വിഭവങ്ങളാണ്. അപ്പോൾ ഇതിന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ പറയുക, പോപ്കോൺ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാനാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലൊരു ചീൻചട്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ഒഴിച്ച് കുറച്ച് ഉപ്പ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പിടുമ്പോൾ ആ ഒരു ഉപ്പിൻ്റെ ഫ്ലേവർ നമുക്ക് പോപ്കോണിൽ വരും കേട്ടോ. അങ്ങനെ ഇത് നല്ലോണം തിളയ്ക്കണം കേട്ടോ. നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. എന്നിട്ട് അതിൽ ഉപ്പൊക്കെ ഒന്നിട്ട് അതിൽ നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് കുറച്ച് പോപ്കോണിൻ്റെ അത് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. വളരെ കുറഞ്ഞ പൈസയുള്ളൂ കേട്ടോ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അതിലേക്ക് ഇടുക. ഇപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഇത്രയാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ആ എണ്ണയിലൊന്നിങ്ങനെ മൊരിയായിട്ട് അതൊന്ന് എണ്ണ ഒന്നിങ്ങനെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് നന്നായിട്ട് മൂടി വയ്ക്കുക. കണ്ടോ, ഇതുപോലത്തെ ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു റൗണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കൊരു ഒരു നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടും. കണ്ടോ, ഇങ്ങനെ പൊട്ടി തെറിച്ച് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറക്കരുത് കേട്ടോ. അത് കഴിയുന്ന വരെ നമുക്ക് അങ്ങനെ വയ്ക്കാം, തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഫൈനലി ഇപ്പോൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അതാണ്ടാവും, ഒരു പണിയില്ല കേട്ടോ. നമുക്ക് എളുപ്പം നമ്മുടെ വീട്ടിൽ ഒരു 5 മിനിറ്റ് ഇപ്പോൾ സമയം കൂടെ വേണ്ട, സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ പോപ്കോൺ. നമുക്ക് മക്കൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ മോനൊക്കെ പറഞ്ഞത് നമ്മൾ തിയേറ്ററിലൊക്കെ പോയി കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. മോളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ പുറത്ത് പോയപ്പോൾ നമുക്ക് കഴിക്കാൻ പുറത്ത് ഞങ്ങൾ പോയപ്പോൾ അവിടെ നിന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അച്ചാർ, ഉപ്പേരി, ബീട്രൂട്ട് അങ്ങനെയൊക്കെ ആയിട്ടുള്ള അതിൻ്റെ സദ്യ വരുമ്പോഴേക്ക് നമ്മുടെ വീഡിയോ കഴിഞ്ഞു. ഇത് മോൻ്റെ വേറൊരു സ്കൂളത്തത് സാമ്പാർ, ഉപ്പേരി, മാങ്ങ ഒക്കെയാണ്. പിന്നെ ഇത് വേറൊരു ദിവസത്തെയാണ് കേട്ടോ. ഇത് വേറൊരു ദിവസത്തെയാണ്. ചിക്കൻ ബിരിയാണി ആയിരുന്നു, ഞാൻ വീട്ടിലുണ്ടാക്കിയതായിരുന്നു കേട്ടോ. മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലുണ്ടാക്കിയത്. വേദമോളതാണ്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നു, മോനും കഴിക്കുന്നുണ്ട്. ഇത് നമ്മൾ വേറൊരു ദിവസത്തെ ലഞ്ചാണ്. മുതിര, അച്ചാർ, മീൻ, പിന്നെ എരുന്തിൻ്റെ കറിയാണ് കേട്ടോ. അതിക്ക് ഭയങ്കര ഇഷ്ടമാണ് എരുന്ത്. അതേപോലെ ഇത് മമ്പയർ, മീൻ പൊരിച്ചത്, മുരിങ്ങേൻ്റെ കറി, അതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മൾ സാമ്പാർ, ഉപ്പേരി, ചെമ്മീൻ പൊരിച്ചതൊക്കെ ഉണ്ട് അങ്ങനെ അത് കേട്ടോ. ഇത് നമ്മളിങ്ങനെ കുറച്ച് ഞാൻ എടുത്ത് വെച്ചതെല്ലാം കൂടി ഇട്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യേ. ബൈ ബൈ.